നമസ്കാരം, ഗുഡ് ഈവനിംഗ്. വാർത്താ സന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജൻസി കണ്ണൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു. സ്വപ്നപാതയിലെ പാളിച്ചയിൽ നടപടി. മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്ന സംഭവത്തിൽ കടുത്ത നടപടിയുമായി കേന്ദ്ര സർക്കാർ. കരാറുകാരായ KNR കൺസ്ട്രക്ഷനെ കേന്ദ്രം വിലക്കി. കൺസൾട്ടന്റായ ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കും വിലക്കേർപ്പെടുത്തി. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റേതാണ് നടപടി. മലപ്പുറം കുരിയാട് ദേശീയപാത ഇടിഞ്ഞുതാഴ്ന്ന സംഭവത്തിൽ രണ്ടംഗ വിദഗ്ധ സമിതി പരിശോധന നടത്തി റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ കടുത്ത നടപടി. കരാറുകാരായ KNR കൺസ്ട്രക്ഷനെ ഡീബാർ ചെയ്തു. കൺസൾട്ടന്റായ ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്ക് വിലക്കേർപ്പെടുത്തി. ഡീബാർ ചെയ്തതിനാൽ തുടർ കരാറുകളിൽ ഇനി പങ്കെടുക്കാനാകില്ല. കമ്പനിയിലെ 2 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തു. ദേശീയപാതയിലെ അപാകതകളെക്കുറിച്ച് പരിശോധിക്കാൻ IIT വിദഗ്ധർ ഉൾപ്പെട്ട 3-അംഗ സമിതിയെ നിയോഗിച്ചു. അന്വേഷണ സമിതി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. ദേശീയപാതയിലെ അപാകതയിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചതായി MP ET മുഹമ്മദ് ബഷീർ. വീഴ്ച വരുത്തിയ കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിച്ച കാര്യം കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിരുന്നു. ഇതിന്റെ പേരിൽ തുടർ നിർമ്മാണം അനന്തമായി നീണ്ടുപോകാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കണം. ഒപ്പം പരാതികളുള്ള മറ്റിടങ്ങളിൽ കൃത്യമായ പരിശോധനകൾ നടത്തി സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും ET മുഹമ്മദ് ബഷീർ ആവശ്യപ്പെട്ടു. 24 ഡൽഹി. ദേശീയപാത വിവാദത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദേശീയപാത അതോറിറ്റിയാണ് ദേശീയപാതകൾ നിർമ്മിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ദേശീയപാത അതോറിറ്റിയുടെ നിബന്ധനകൾ അംഗീകരിക്കാൻ സംസ്ഥാനം നിർബന്ധിതരായി. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകളിൽ LDFനെ പഴിചാരുകയാണെന്നും പാത തകർന്നതിൽ സംസ്ഥാനത്തിന് യാതൊരു ഉത്തരവാദിത്വവുമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തിരുന്നില്ലെങ്കിൽ റോഡ് പണി ഉണ്ടാകില്ലാലോ. ആ അർത്ഥത്തിൽ ഞങ്ങൾക്കതിന് ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയും. ആ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതിന്റെ ആമുദക്ഷ വരെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അവർക്കതിന് പ്രത്യേകമായ സജ്ജീകരണങ്ങളുണ്ട്. അതിന് ഒരു തരത്തിലുള്ള പങ്കാളിത്തവും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിനോ കേരള ഗവൺമെന്റിനോ ഇല്ല. എല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത്. ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വല്ലാത്ത വാസനയുള്ളവർക്ക് കിട്ടിപ്പോയൊരവസരം നാഷണൽ ഹൈവേയിൽ ചിലയിടത്ത് ചില അപകടം ഉണ്ടായല്ലോ. അപ്പോൾ ഇവരുടെ കൊള്ളരുതായ്മയല്ലേ, ഇവർക്കല്ലേ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയാൻ, എന്തും പറയാൻ ശേഷിയുണ്ട് എന്നുള്ളതുകൊണ്ട് സാധാരണ ചൊല്ലുണ്ടല്ലോ, എല്ലാം പറയാം മഹത, എന്തും പറയാം വഷളാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ വെച്ച് എന്തും പറയുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിക്കുന്ന നിലയാണ് എന്നതേ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. മണ്ണിടിച്ചിലുണ്ടായ കണ്ണൂർ കുപ്പത്തെ DPRൽ അപാകതകളുണ്ടെന്ന് സമ്മതിച്ച് ദേശീയപാത അതോറിറ്റി. ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും സ്ഥലത്ത് പരിശോധന നടത്തിയ NHAI റെസിഡന്റ് എഞ്ചിനീയർ അറിയിച്ചു. നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓഫീസിലേക്ക് DYFI നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. കുപ്പത്ത് പ്രതിഷേധിച്ച ജനങ്ങളുടെ ആശങ്ക ശരിവെക്കുന്നതാണ് ദേശീയപാത അതോറിറ്റിയുടെ കുറ്റസമ്മതം. DPRൽ തന്നെ അപാകതയുണ്ടെന്ന് വിദഗ്ധ സംഘം വിലയിരുത്തി. വീടുകളിലേക്ക് കുത്തിയൊലിച്ചു വരുന്ന വെള്ളം വഴിതിരിച്ച് കുപ്പം പുഴയിലേക്ക് ഒഴുക്കാനുള്ള സാധ്യത പരിശോധിക്കുകയാണെന്ന് സ്ഥലം സന്ദർശിച്ച ദേശീയപാത അതോറിറ്റി വിദഗ്ധ സംഘം അറിയിച്ചു. In the meantime, we are planning to divert the other catchment area water to other way. We will find with the help of local panchayat people and other places where we can put the storm water. അതേസമയം ദേശീയപാതയുടെ മറുവശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് NHAI പ്രതിനിധികൾ പറയുന്നു. കുന്നിടിച്ച ഭാഗവും റോഡും തമ്മിൽ ആവശ്യത്തിന് അകലമുണ്ടെന്നാണ് വിശദീകരണം. ഈ മാസം 27-നകം പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം പുനരാരംഭിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. പരിഹാരം നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. താൽക്കാലിക പരിഹാരമാണ് അവരിപ്പോൾ നമുക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ വെള്ളം ഒലിച്ചു പോകുന്നതിന് വേണ്ടി കുറച്ചും കൂടി ഡ്രെയിനേജ് ആഴത്തിൽ കുഴിച്ച് അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 27-ാം തീയതി വരെ നമ്മൾ നോക്കൂ. 27-ാം തീയതി കഴിഞ്ഞിട്ട് ഇതിനൊന്നും ഒരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും സമരത്തിലേക്ക് തന്നെ ഇറങ്ങും. പിലാത്തറയും കുപ്പവും അടങ്ങുന്ന റീച്ചിൽ നിർമ്മാണത്തിലുണ്ടായ അപാകതയിൽ പ്രതിഷേധിച്ച്
ഡിവൈഎഫ്ഐ മേഗാ കൺസ്ട്രക്ഷൻ കമ്പനി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകർ ഓഫീസിലെ ചില്ലുകളും വാതിലും അടിച്ചു തകർത്തു. കണ്ണൂർ. ദേശീയപാത നിർമ്മാണ തകർച്ചയിൽ രാഷ്ട്രീയ പോര് തുടരുകയാണ്. ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ DPRൽ മാറ്റം വരുത്തിയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ആരോപണം. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്ന് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി UDFും രംഗത്തെത്തി. ദേശീയപാത വികസനത്തിന്റെ ക്രെഡിറ്റിനായുള്ള വടംവലി പക്ഷേ തകർച്ചയിലുണ്ടായില്ല. റോഡ് തകർന്നതിന്റെ ഉത്തരവാദിത്തമാർക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന തർക്കം തുടരുകയാണ്. അതിനിടെ യഥാർത്ഥ DPR ആർക്കോ വേണ്ടി മാറ്റിയെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആരോപിച്ചു. ഇതിൽ അന്വേഷണം വേണമെന്നും കേന്ദ്രമന്ത്രി. ചില DPRകൾ പ്രീണനത്തിന്റെ ഭാഗമായിട്ട് മാറ്റിയെടുത്ത് ഒരുപക്ഷെ വയബിൾ അല്ലാത്ത കൺസ്ട്രക്ഷനിലേക്ക് പോയിട്ടുണ്ട്. എവിടെയാണ് DPR 1 മാറ്റി DPR 2 അതും പോരാഞ്ഞിട്ട് DPR 3യിലേക്ക് പോയത് എവിടെയാണ്? ഒരു ഒറിജിനൽ DPR ഉണ്ടായിരുന്നു, അത് ആർക്ക് വേണ്ടി മാറ്റി? പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്നായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ വിശദീകരണം. പദ്ധതിയെ പ്രതിസന്ധിയിലാക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം റോഡിന് വിള്ളൽ വന്ന ഇടങ്ങളിൽ പ്രതീകാത്മകമായി യൂത്ത് ലീഗ് പശ ഒഴിച്ചൊട്ടിച്ച് പ്രതിഷേധിച്ചു. മുഖ്യമന്ത്രിയുടെയും മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെയും ചിത്രമുള്ള മുഖംമൂടി ധരിച്ചായിരുന്നു പ്രതിഷേധം. ഈ പഞ്ചറായ വാഹനങ്ങൾ നമ്മൾ ഓട്ടയടച്ച് കാണാറുണ്ട്. അതേപോലെ തന്നെ ചെറിയ ചെറിയ റോഡുകളും നമ്മൾ ഓട്ടയടച്ച് കാണാറുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി റോഡ് തന്നെ, അതായത് കോടികൾ മുടക്കി നിർമ്മിക്കുന്ന റോഡുകൾ വിണ്ടുകീറിയാൽ അത് പശ ഒട്ടിച്ച് ഓട്ടയടക്കുന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. ദേശീയപാത തകർന്നതിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട നിതിൻ ഗഡ്കരിക്ക് കത്തു നൽകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. പ്രശ്നപരിഹാരത്തിന് മലപ്പുറം ജില്ലാ പ്രസിഡന്റിനൊപ്പം ഡൽഹിക്ക് പോകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. മറ്റു വാർത്തകളിലേക്ക് കടക്കുന്നു. നാടിനെ നടുക്കിയ ക്രൂരത. അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കുട്ടി കൊല്ലപ്പെടുന്നതിന് മുൻപ് ക്രൂരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയായതായി കണ്ടെത്തൽ. ഡോക്ടേഴ്സ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ പിതൃ സഹോദരനെ പുത്തൻകുരിശ് പോലീസ് അറസ്റ്റ് ചെയ്തു. 2.5 വയസ്സ് മുതൽ കുട്ടിയെ ഉപദ്രവിച്ചു വരുന്നതിനായി പ്രതി പോലീസിന് മൊഴി നൽകി. വിവരം കുട്ടി അമ്മയോട് പറഞ്ഞിരുന്നതായും കുട്ടിയുടെ അമ്മ തന്നെ തല്ലിയതായും പ്രതിയുടെ മൊഴിയുണ്ട്. 4 വയസ്സുകാരി അമ്മ പുഴയിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ ദുരൂഹതകൾ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കുട്ടി ലൈംഗിക പീഡനത്തിനിരയായി എന്ന വിവരം പുറത്തുവരുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് പിന്നാലെ ഡോക്ടർമാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കുട്ടിയുടെ പിതൃ സഹോദരനെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 1 വർഷത്തിലധികമായി പ്രതി കുട്ടിയെ ദുരുപയോഗം ചെയ്തിരുന്നതായും പോലീസ് കണ്ടെത്തി. വീട്ടിൽ ലഭിച്ച സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്താണ് കുട്ടിയെ എടുത്തുകൊണ്ടുപോയി പ്രതി ഉപദ്രവിച്ചത്. കുട്ടി അമ്മയോട് ഉപദ്രവത്തെക്കുറിച്ച് പറഞ്ഞിരുന്നതായും കുട്ടിയുടെ അമ്മ പ്രതിയെ തല്ലിയതായും ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം മുറിവുണ്ടായിരുന്ന കാര്യം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറാണ് പോലീസിനെ അറിയിച്ചത്. ഡോക്ടറുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശാസ്ത്രീയ തെളിവുകളടക്കം മുന്നിൽ വെച്ച് പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. രാത്രിയിൽ കുട്ടിയുടെ വീട്ടിൽ കൂട്ടുകിടക്കാൻ പോകുന്ന സമയത്തായിരുന്നു പ്രതി കുട്ടിയെ കൂടുതലും ഉപദ്രവിച്ചിരുന്നത്. 10ലധികം തവണ പ്രതി കുട്ടിയെ ഉപദ്രവിച്ചിരുന്നതായും പ്രതി മൊഴി നൽകി. കുട്ടി അമ്മയോട് പീഡന വിവരം പറഞ്ഞിരുന്നുവെങ്കിലും അമ്മ ഈ വിവരം ആരോടെങ്കിലും പറഞ്ഞോ എന്നതും പോലീസിന്റെ അന്വേഷണ പരിധിയിലാണ്. പോക്സോ ബാലനീതി നിയമപ്രകാരമാണ് നിലവിൽ കുറ്റം ചുമത്തിയിരിക്കുന്നത്. വിശദമായ തെളിവ് ശേഖരണത്തിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനും പോലീസ് ആലോചിക്കുന്നുണ്ട്. 4 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്ന അമ്മ നൽകുന്ന ഓരോ മൊഴിയും കേസിൽ നിർണായകമാണ്. കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ അറസ്റ്റിലായ കുട്ടിയുടെ പിതൃ സഹോദരനെയും ഉടനെ തന്നെ കസ്റ്റഡിയിൽ വാങ്ങാനും പോലീസ് ആലോചിക്കുന്നുണ്ട്. കേസ് അന്വേഷണം ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസിന്റെ തീരുമാനം. S. ശ്യാംകുമാർ, 24, കൊച്ചി. എറണാകുളത്ത് അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ 4 വയസ്സുകാരി നിരന്തരമായി പീഡനത്തിന് ഇരയായെന്ന വാർത്തയുടെ ഞെട്ടലിലാണ് കുഞ്ഞിന്റെ ബന്ധുക്കളും ജന്മനാടും. കേൾക്കുന്നത് നടുക്കുന്ന വാർത്തയാണെന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും തിരുവാണ്ടിയൂർ പഞ്ചായത്ത് അംഗം ബിന്ദു 24നോട് പറഞ്ഞു. കുഞ്ഞ് ഇത്രയും വേദന അനുഭവിച്ചു എന്നറിഞ്ഞത് മാധ്യമങ്ങളിലൂടെ എന്നായിരുന്നു അങ്കണവാടി ടീച്ചറുടെ പ്രതികരണം. കഴിഞ്ഞ തിങ്കളാഴ്ച കുഞ്ഞിനെ വീട്ടിൽ നിന്ന് കാണാതായെന്ന വാർത്ത വന്നത് മുതൽ നടുക്കത്തിലാണ് തിരുവാണിയൂർ ഗ്രാമം.
പിഞ്ചുകുഞ്ഞിനെ അമ്മ അതിദാരുണമായി കൊലപ്പെടുത്തിയതിന്റെ ഞെട്ടലിൽ നിന്ന് മുക്തമാകുന്നതിന് മുൻപാണ് ബന്ധുവിൽ നിന്ന് നേരിട്ട നിരന്തര പീഡനത്തിന്റെ ചുരുളഴിയുന്നത്. കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നവും താൻ അറിഞ്ഞില്ലെന്ന് തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗം. പ്രതി കുട്ടിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളെന്നും ബീന 24നോട്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിവരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അങ്ങനെ ഒരു സംഭവം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. കൊച്ചിൻ്റെ ആ മരണം നമുക്ക് ഇതുവരെ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. അതോടുകൂടി ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംഭവം നമ്മൾ അറിയണത്. അറിഞ്ഞപ്പോലെ നമുക്കത് ഒരിക്കലും ഉൾക്കൊള്ളാനായിട്ട് ഒരു തരത്തിലുള്ള വേദനയും തന്നോട് പങ്കുവച്ചിട്ടില്ലെന്ന് അംഗൻവാടി ടീച്ചർ. വളരെ സന്തോഷത്തോടെയാണ് ക്ലാസ്സിൽ വന്നിരുന്നതെന്നും അമ്മയുടെ ഭാഗത്തുനിന്നും ഒരു പരാതി ഉണ്ടായിട്ടില്ലെന്നും ടീച്ചർ വ്യക്തമാക്കി. എപ്പോഴും കളിക്കാൻ ചിരിച്ച മുഖം അല്ലാതെ കുഞ്ഞിൽ കണ്ടിട്ടില്ല. ചിരിക്കാത്ത ഒരു മുഖം കണ്ടെങ്കിലാണല്ലോ നമുക്ക് ചോദിക്കേണ്ടുള്ളൂ എന്നാ പറ്റിയേ എന്ന് ചോദിക്കണം. അങ്ങനെ ചോദിക്കാനൊരു ഇട വരുത്തിയിട്ടില്ല. കുട്ടി എപ്പോഴും പ്ലസന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്, സന്തോഷമുള്ളൊരു മുഖത്തോടെ ഉള്ള കുട്ടിയാണ്. വിശദമായ വിവരങ്ങൾക്കും തെളിവ് ശേഖരണത്തിനുമായി കുടുംബാംഗങ്ങളെയും അയൽവാസികളെയും ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം. കുട്ടിയുടെ മരണത്തിന് പിന്നാലെ മരണത്തിനിടയാക്കിയ സാഹചര്യങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിയിരിക്കുകയാണ് നാടും കുടുംബവുമെല്ലാം. ഇപ്പോഴും പുറത്തു വരുന്ന വാർത്തകൾ വിശ്വസിക്കാൻ ഇവർക്കാകുന്നില്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തക്കതായ ശിക്ഷ ഉറപ്പാക്കി കുട്ടിക്ക് നീതി ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. കൊച്ചിയിൽ നിന്നും YS അഭിനന്ദ്, 24. 4 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ മാതാവിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. 5 ദിവസത്തേക്കാണ് ആലുവ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡി അനുവദിച്ചത്. കുട്ടി പീഡനത്തിനിരയായ കാര്യങ്ങളിലടക്കം പോലീസ് വ്യക്തത വരുത്തും. മാതാവുമായി അങ്കണവാടിയിലും ആലുവ മണപ്പുറത്തും മൂഴിക്കുളം പാലത്തിലും തെളിവെടുപ്പ് നടത്തും. പുത്തൻകുരിശ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. വെൽക്കം ബാക്ക്. വാർത്താ സന്ധ്യ തുടരുകയാണ്. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക്. പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ദളിത് സ്ത്രീക്ക് നേരിട്ട മാനസിക പീഡനത്തിൽ ഇപ്പോൾ പുതിയ ഒരു അപ്ഡേറ്റ് വരുന്നു. തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തുള്ള ഡിവൈഎസ്പിക്ക് അന്വേഷണം കൈമാറിയിരിക്കുന്നു. പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി KA വിദ്യാധരനാണ് ഈ കേസ് അന്വേഷിക്കുക എന്നുകൂടി മനസ്സിലാക്കുന്നു. പരാതിയുടെ സാഹചര്യവും പീഡനവും ഈ അന്വേഷണ പരിധിയിൽ ഉൾക്കൊള്ളിക്കും എന്നുകൂടി ഇപ്പോൾ വ്യക്തമാവുന്നുണ്ട്. മറ്റു റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരരെ മണ്ണിൽ ഒടുക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിന്ദൂരം ഭീകരവാദ കേന്ദ്രങ്ങൾ തകർക്കാനുള്ള വെടിമരുന്നായി. 22 മിനിറ്റിനുള്ളിൽ 9 ഭീകരവാദ കേന്ദ്രങ്ങളാണ് തകർത്തത്. ആക്രമണത്തിന് മുതിർന്നാൽ തക്കതായ മറുപടി ഇനിയും നൽകും. പാകിസ്ഥാനോടുള്ള ചർച്ച പാക് അധിനിവേശ കശ്മീരിന് വേണ്ടി മാത്രമായിരിക്കുമെന്നും ബിക്കാനീറിലെ പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. जो सिंदूर मिटाने निकले थे उन्हें मिट्टी में मिलाया है. പെഹൽഗാമിൽ മതം ചോദിച്ച് ആക്രമണം നടത്തിയ ഭീകരവാദികൾക്ക് രാജ്യം മറുപടി നൽകിയത് 22 മിനിറ്റിനുള്ളിൽ 9 ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ടായിരുന്നു. സിന്ദൂരം ഭീകരവാദ കേന്ദ്രങ്ങൾ തകർക്കാനുള്ള വെടിമരുന്നായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീതിയുടെ പുതിയ രൂപമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും നരേന്ദ്രമോദി. शोध प्रतिशोध का खेल नहीं, ये न्याय का नया स्वरूप है. ये ऑपरेशन सिंदूर है. ആദ്യമായാണ് ഭീകരവാദികളുടെ ഹൃദയത്തിൽ പ്രഹരമേൽപ്പിക്കുന്നത്. പാകിസ്ഥാന്റെ ആറ്റം ബോംബ് ഭീഷണിയിൽ ഇന്ത്യ ഭയപ്പെടില്ല. എപ്പോഴൊക്കെ പാകിസ്ഥാൻ ആക്രമണത്തിന് മുതിർന്നോ അപ്പോഴെല്ലാം അവർ പരാജയപ്പെട്ടു. അതിർത്തിക്കപ്പുറമുള്ള പാകിസ്ഥാന്റെ റഹീം യാർ ഖാൻ വ്യോമതാവളം ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ ICUവിലാണെന്നും പ്രധാനമന്ത്രി. ഇന്ത്യയുടെ രക്തം തൊട്ട് കളിച്ചതിന് പാകിസ്ഥാൻ വലിയ വില നൽകേണ്ടി വരുമെന്നായിരുന്നു മോദിയുടെ ഓർമ്മപ്പെടുത്തൽ. ബിക്കാനീറിലെ വ്യോമതാവളവും പ്രധാനമന്ത്രി സന്ദർശിച്ചു. 24 ഡൽഹി. ജമ്മുകശ്മീരിലെ കിഷ്ത്വാറിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ ജവാന് വീരമൃത്യു. സന്ദീപ് പണ്ടുറങ് എന്ന സൈനികനാണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞതിനിടെ വീരമൃത്യു വരിച്ചത്. 2 സൈനികർക്ക് പരിക്കേറ്റു. സിംഗ്പോരയിലെ ഛത്രു മേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. പ്രദേശത്ത് സുരക്ഷാ സേനയുടെ തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. മേഖലയിൽ 4 ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അർദ്ധരാത്രിയോടെ തിരച്ചിൽ തുടങ്ങിയത്. ED ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസിൽ 3 പ്രതികൾക്കും ഉപാധികളോടെ ജാമ്യം. പ്രതികൾ അടുത്ത 7 ദിവസം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം. പരാതിക്കാരൻ അനീഷ് ബാബുവിനെതിരായ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തേടി EDക്ക് വിജിലൻസ് കത്തു നൽകി. കേസിലെ 2 മുതൽ 4 വരെ പ്രതികളായ തമ്മന സ്വദേശി വിൽസൺ, മുകേഷ് മുരളി, ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യർ എന്നിവർക്കാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. പ്രതികളെ വിജിലൻസ് വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടെങ്കിലും കോടതി അംഗീകരിച്ചില്ല. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ 7 ദിവസം ഹാജരാകണമെന്ന പ്രതികൾക്ക് കർശന നിർദ്ദേശമുണ്ട്. നമ്മൾ ഉന്നയിച്ച വാദമുഖങ്ങളെ ഒരു പരിധിവരെ അംഗീകരിച്ചിട്ട് തന്നെയാണ് കോടതി ഈ അവസരത്തിൽ
പ്രത്യേകിച്ച് ഇന്നത്തെ 3 ദിവസത്തെ കസ്റ്റഡി ആപ്ലിക്കേഷൻ ഡിസ്മിസ് ചെയ്ത് ജാമ്യം അനുവദിച്ചത്. അപ്പം അറസ്റ്റ് ചെയ്ത രീതി നിർബന്ധപൂർവ്വം പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന് കോടതി കണ്ടിട്ടുണ്ട്. പ്രതികൾക്ക് ജാമ്യം ലഭിച്ചെങ്കിലും അന്വേഷണം ശക്തമാക്കാനാണ് വിജിലൻസ് തീരുമാനം. പരാതിക്കാരനെതിരായ ED കേസിന്റെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട വിജിലൻസ് EDക്ക് കത്ത് നൽകി. വിജിലൻസ് കേസിന്റെ FIR EDയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസിലെ 1-ാം പ്രതി ED ഉദ്യോഗസ്ഥനായ ശേഖർ കുമാറിനെ ഇതുവരെ വിളിപ്പിച്ചിട്ടില്ല. ഡിജിറ്റൽ തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്ക് ശേഖറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് വിവരം. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. 77.81 വിജയശതമാനം. കഴിഞ്ഞ വർഷത്തേക്കാൾ 0.88% കുറവാണ്. 30,145 വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. പരീക്ഷ എഴുതിയ 3,70,642 വിദ്യാർത്ഥികളിൽ 2,88,394 പേരാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്. സയൻസ് വിഭാഗത്തിൽ 83.25%, ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ 69.16%, കൊമേഴ്സ് വിഭാഗത്തിൽ 74.21% പേരും വിജയിച്ചു. കഴിഞ്ഞ വർഷം എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചത് 39,242 വിദ്യാർത്ഥികൾക്കായിരുന്നു. ഈ വർഷം അത് കുറഞ്ഞു. പരീക്ഷയിൽ 2,88,394 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയം 77.81%. മുൻവർഷം ഇത് 78.69%. വ്യത്യാസം എന്ന് പറയുന്നത് 0.88% കുറവ്. 41 കുട്ടികൾക്ക് മുഴുവൻ മാർക്കും ലഭിച്ചു. വിജയശതമാനത്തിൽ കൂടുതൽ എറണാകുളം ജില്ലയും കുറവ് കാസർഗോഡ് ജില്ലയുമാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്ത പരീക്ഷയായിരുന്നു. +1 അവർ കുറച്ചുകൂടെ ഈസി ആയിരുന്നു. എന്തായാലും റിസൾട്ട് നോക്കുന്നവർ സാറ്റിസ്ഫൈഡ് ആണ്. കെമിസ്ട്രി കണ്ടപ്പം ബാക്കിയുള്ളതും കൂടെ ആ ഒരു ഭയങ്കര പേടിയായിപ്പോയി. അറിയാവുന്ന മാത്സ് കൂടി ഞാൻ നന്നായിട്ട് മാർക്ക് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഫുൾ A+ ഉണ്ടെന്നേ ഉള്ളൂ. മാർക്ക് അത്ര തൃപ്തയല്ല ഞാൻ. പല ടഫ് വാല്യുവേഷൻ ആണെന്ന് വിചാരിച്ചു, പക്ഷേ ലിബറൽ വാല്യുവേഷൻ ആയിരുന്നു. 100 പേര് വിജയം കരസ്ഥമാക്കിയത് 57 സ്കൂളുകളാണ്. സർക്കാർ സ്കൂളുകളുടെ വിജയശതമാനം 73.23. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ വിജയം 70.06%. സേപ്പ് പരീക്ഷകൾ ജൂൺ 23 മുതൽ 27 വരെ നടക്കും. 24 തിരുവനന്തപുരം. തുടരുന്നു. അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. കാസർഗോഡ് മടിയനിൽ കുളത്തിന് സമീപം കളിക്കുന്നതിനിടെ 2 കുട്ടികൾ കുളത്തിൽ വീണ് മുങ്ങി മരിച്ചു. മാണിക്കോത്ത് അസീസിന്റെ മകൻ അഫാസ്, മടിയൻ സ്വദേശി ആഷിം എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ അൻവറിനെ മംഗലാപുരത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. കുളത്തിൽ വീണ ചെരുപ്പെടുക്കുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഈ അപകടം എപ്പോഴാണ് സംഭവിച്ചത്? ഈ കുട്ടികൾ മാത്രമായിരുന്നോ ഈ കുളത്തിനടുത്തുണ്ടായത്? പ്രജിൻ, ഉച്ചയ്ക്ക് 3 മണിയോടുകൂടിയാണ് ഈ അപകടം, 3:45 ഈ അപകടം ഉണ്ടാവുന്നത്. 3:45 ഈ അപകടം ഉണ്ടാവുന്നത്. കുട്ടികൾ മാത്രമായിരുന്നു. ഇത് പാലക്കി പഴയ പള്ളിയാണ്, പഴയ പള്ളിയുടെ കുളമാണ്, അടച്ചുറപ്പുള്ള സ്ഥലമാണ്. പക്ഷേ പകൽ സമയങ്ങളിൽ ഈ കുളത്തിലേക്കുള്ള ഗേറ്റ് അത് തുറന്നിടും. കാരണം ഇവിടെ ഉസ്താദുമാർ ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്നുണ്ട്. അവർക്ക് സൗകര്യത്തിന് വേണ്ടിയാണ് ഇത് തുറന്നിടുന്നത്. കുട്ടികൾ എത്തിയത് പള്ളിയിലുള്ള ആളുകളും കണ്ടിരുന്നില്ല. നിസ്കരിക്കാനുള്ള സമയമായിരുന്നു, ബാങ്ക് കൊടുത്ത സമയമായിരുന്നു. ആ സമയത്താണ് കുട്ടികൾ ഇവിടേക്ക് എത്തിയത്. 5 പേരുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അതിൽ 3 പേരാണ് ഈ കുളത്തിലേക്ക് വീണത്. അതിൽ അവരുടെ ചെരുപ്പുകൾ ഇവിടെ കിടക്കുന്നത്. ആ ചെരുപ്പ്, ഒരു കുട്ടിയുടെ ചെരുപ്പ് കുളത്തിലേക്ക് വീണതാണ്. ഈ മറ്റു കുട്ടികൾ ആ ചെരുപ്പ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതാണ് ഈ അപകടത്തിന് ഇടയാക്കിയതെന്ന് കരുതുന്നുണ്ട്. 3 കോൽ ആഴമുണ്ട് കുളത്തിനെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മരിച്ചവരുടെ പേര് അഫാസ്, ആഷിം എന്നിവരാണ്. മാണിക്കോത്തെ സ്വദേശിയാണ് ഈ അഫാസ്. ആഷിം കുടക് സ്വദേശിയാണ്. ആഷിമും അൻവറും സഹോദരന്മാരാണെന്ന് പറയുന്നുണ്ട്. കുടക് സ്വദേശികളാണ്. അവർ ഇവിടേക്ക് വിരുന്നു വന്നതാണ്. അൻവറിനെ ഗുരുതരമായ പരിക്കുകളോടുകൂടി മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതെന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു ഇത്? ഇന്ന് ഉച്ചയ്ക്ക് ഏകദേശം 3:45 ടൈമോട് കൂടി ഞങ്ങൾ പള്ളിയിലിരുന്ന സമയത്ത്, പിന്നെ ഞാൻ വരുന്ന സമയത്ത് ഇവിടെ 3 കുട്ടികൾ മുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രായമായ 2 പേരെ ഉണ്ടായിരുന്നു പള്ളിയിൽ. അവരെന്താ വെച്ചെങ്കിൽ അവർ കഴിയുമ്പോൾ ശ്രമിച്ചവർ കാണുന്നില്ല. അങ്ങനെ ഞാൻ എന്താ വെച്ചെങ്കിൽ വേറെ 2 ചെറുപ്പക്കാർ ഓടി വന്ന് 2 പേരെ പുറത്തെടുത്ത്. അവർക്ക് നല്ല ശ്വാസം ഉണ്ടായിരുന്നു. അതിന് ഒരു കുട്ടി കുറച്ച് ചളിയെല്ലാം ആയിട്ടുണ്ടായിരുന്നു. അവർ 2 കൊണ്ടുപോയി. മറ്റേ കുട്ടിനെ കിട്ടുമ്പോൾ ഏകദേശം 1/2 മണിക്കൂർ ലേറ്റായി. ആ കുട്ടിക്ക് ചെറിയ ശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ 2 പേര് മരിച്ചെന്നാണ് അറിഞ്ഞത്. പിന്നെ ഇത് ചെരുപ്പ് എടുക്കാൻ ശ്രമത്തിലാണ് അവർ വീണെന്ന് നമ്മൾ തോന്നുന്നു. വേറെ 5 കുട്ടികളുണ്ടായിരുന്നു. ഒരു കുട്ടി കയറിയിട്ട് വീട്ടിൽ പോയിരുന്നു, ഉമ്മാനോട് പോയി പറഞ്ഞ്. മറ്റേ ഈ മരിച്ച ഒരു കുട്ടീൻ്റെ അനുജൻ
പള്ളിയിൽ വന്ന് ആൾക്കാരോട് പറഞ്ഞ് അവർ കുറേ ശ്രമിച്ച് അവർക്ക് കിട്ടിയില്ല. ശരി അരുൺ, അതിപ്പോൾ കുളത്തിൽ വീണ ചെരുപ്പെടുക്കുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ പറഞ്ഞത്. ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ്, ഇപ്പോൾ ചികിത്സയിലാണ്. അരുൺ പാറക്കിലാണ് കാസർഗോഡ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് നാളെ മുതൽ ശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഈ മാസം 25-നുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇതോടെ വാർത്താ സന്ധ്യ പൂർത്തിയാവുകയാണ്.